സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. നമുക്ക് 5 സെഷനാണുള്ളത്. അതിൽ ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി ഓർ ജെനസിസ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 18-ാമത് വാക്യം. ജെനസിസ് ചാപ്റ്റർ 14 വേർഡ്സ് 18. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ ആയിരുന്നു. ആൻഡ് മെൽക്കീസേദെക്ക് കിങ് ഓഫ് സാലേം brought for the bread and wine, and he was the priest of the most high God. സെക്കൻഡ് സെഷൻ റിക്വയർമെൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ഗ്യാരി wondered if God intentionally made us all expected to wife, should everyone be expected to love God in the same way? As he read Christian classics and interviewed mature believers, Gary discovered that Christians have used many different paths for 2000 years to enjoy intimacy with God, being outdoors, studying, singing, reading, dancing, creating art, serving others, having solitude, enjoying fellowship and participating in dozens of other activities. In his book Sacred Pathways, Gary identifies 9 of the ways people draw near to God. Naturalists are most inspired to love God out of doors in natural settings. ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ് ഓർ സദൃശവാക്യങ്ങൾ. സൽബുദ്ധിയാൽ രഞ്ജന ഉണ്ടാവുന്നു, ദ്രോഹിയുടെ വഴിയോ ദുർഘടം. ഗുഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഗിവത്ത് ഫേവർ, ബട്ട് ദ വേ ഓഫ് ദ ട്രാൻസ്ഗ്രസേഴ്സ് ഈസ് ഹാർഡ്. ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി. മാത്യു ചാപ്റ്റർ 5 വേർഡ്സ് 48. മത്തായി 5:48. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവി. ബി എ therefore perfect, even as your Father which is in heaven is perfect. ഇനി നമുക്ക് 5th സെഷൻ, അതായത് കുരിശിലേക്കുള്ള പാത എന്നാണ് മെയിൻ ഹെഡിങ്. വലിയ അതിശയങ്ങൾ, യേശു ആരാണെന്ന് പത്രോസ് മനസ്സിലാക്കുന്ന സബ് ഹെഡിങ്. അപ്പം മർക്കോസ് 8:27 മുതൽ 30 വരെ, അതായത് മാർക്ക് ചാപ്റ്റർ 8 വേർഡ്സ് 27 to 30. യേശു വാസ്തവത്തിൽ ആരാണെന്ന് ചിന്തിച്ച് അമ്പരന്ന അനേകരുണ്ട്. താൻ ആരാണെന്ന് തൻ്റെ ശിഷ്യന്മാർ ചിന്തിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. യേശുവും ശിഷ്യന്മാരും കൈസരിയ ഫിലിപ്പയിലേക്ക് വരികയായിരുന്നു. മാർഗമധ്യേ അവർ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, സ്നാപക യോഹന്നാനെന്ന് ചിലരും, ഏലിയാവെന്ന് വേറെ ചിലരും, പ്രവാചകരിൽ ഒരുവനെന്ന് മറ്റു ചിലരും പറയുന്നു. എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അവൻ അവരോട് ചോദിച്ചു, അങ്ങ് രക്ഷകനാണ്.
പത്രോസ് മറുപടി പറഞ്ഞു. തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് യേശു അവരോട് കൽപ്പിച്ചു. ഇനി അടുത്ത സബ്ഹെഡിങ്, യേശു കഷ്ടത അനുഭവിച്ച് മരിക്കും. മർക്കോസ് 8:31 മുതൽ 38 വരെ. മാർക്ക് ചാപ്റ്റർ 8 വേർഡ്സ് 31 to 38. ജനക്കൂട്ടം യേശുവിനെ അനുഗമിച്ചു കൊണ്ടേയിരുന്നു. രക്ഷകനാണ് യേശു എന്ന് അവൻ്റെ അടുത്ത ശിഷ്യന്മാർ വിശ്വസിച്ചു. എന്നാൽ അവൻ ചെയ്ത അനേക കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല. അവൻ റോമൻ ഭരണം അവസാനിപ്പിച്ച് ഇസ്രയേലിനെ സ്വതന്ത്രമാക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അതുകൊണ്ട് താൻ പിടിക്കപ്പെടുമെന്നും കൊല്ലപ്പെടുമെന്നും ഒക്കെ യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങി, മനുഷ്യനായി വന്നവൻ വളരെ ദുരിതം അനുഭവിക്കേണ്ടി വരും. മൂപ്പന്മാരാലും മുഖ്യ പുരോഹിതന്മാരാലും വേദജ്ഞന്മാരാലും അവർ തിരസ്കരിക്കപ്പെട്ട് വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും വേണം. യേശു ഇത് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തി മറുത്തു പറയാൻ തുടങ്ങി. യേശു കഷ്ടമനുഭവിക്കുന്നതും മരിക്കുന്നതും അവന് ഇഷ്ടമല്ലായിരുന്നു. യേശു തിരിഞ്ഞു നിന്ന് പത്രോസിനെ ശാസിച്ചു. സാത്താനെ, എന്നെ വിട്ടു പോകുക. നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. പിന്നീട് അവൻ ജനക്കൂട്ടത്തെയും ശിഷ്യന്മാരെയും അടുത്ത് വിളിച്ച് പറഞ്ഞു, എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കണം. തൻ്റെ ജീവൻ സുരക്ഷിതമാക്കുവാൻ ശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ എനിക്ക് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും ഒരാൾ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് നേടും. ലോകം മുഴുവൻ നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ എന്ത് നേട്ടമാണുള്ളത്? തൻ്റെ ജീവന് പകരമായി അവൻ എന്ത് നൽകുവാൻ കഴിയും? നിങ്ങൾ എന്നെക്കുറിച്ച് ലജ്ജിക്കുകയും പാപികളോട് സുവിശേഷം അറിയിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ വീണ്ടും വരുന്ന നാളെ നിങ്ങളെക്കുറിച്ചും ലജ്ജിക്കും. ദൈവത്തിൻ്റെ സർവ്വമഹത്വത്തോടും കൂടെ എൻ്റെ പിതാവിൻ്റെ ദൂതസംഘം ഒത്തായിരിക്കും ഇനി ഞാൻ വരുന്നത്. ഇനി നമുക്ക് ഈ വായിച്ചതിൻ്റെ എല്ലാം കണ്ടൻറ്റ് നോക്കാം, അല്ലെങ്കിൽ ഉള്ളടക്കം. കണ്ടൻറ്റ്. ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ഓർ ജനസിസ്. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അപ്പം ഒരു പുരോഹിതനായിരുന്നു മൽക്കീസേദെക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് മൽക്കീസേദെക്ക് കിങ് ഓഫ് സാലം ബ്രോട്ട് ഫോർ ദ ബ്രെഡ് ആൻഡ് വൈൻ ആൻഡ് ഹി വാസ് ദ പ്രീസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. സെക്കൻഡ് സെഷൻ റിക് വാറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. ആ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടൻ്റാണ്. അതൊന്ന് നമുക്ക് നോക്കാം. ഔട്ട്ഡോഴ്സ്, സ്റ്റഡിയിങ്, സിംഗിങ്, റീഡിങ്, ഡാൻസിങ്, ക്രിയേറ്റിംഗ് ആർട്ട്, serving others, having solitude, enjoying fellowship and participating in dozens of other activities. Third session, സദൃശവാക്യങ്ങൾ ഓർ പ്രോവർബ്സ്. സൽബുദ്ധിയാൽ രഞ്ജന ഉണ്ടാകുന്നു, ദ്രോഹിയുടെ വഴിയോ ദുർഘടം. ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഗിവeth favor, but the way of transgressors is hard. Fourth session മാത്യു മത്തായി. അങ്ങനെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. Be ye therefore perfect even as your Father which is in heaven is perfect. ഇവിടെ നമ്മുടെ എല്ലാ സെഷനും അവസാനിച്ചിരിക്കുകയാണ്. God bless you abundantly.